ഇസ്രയേൽ, ഇറാൻ എന്നിവയ്ക്കിടയിൽ നടക്കുന്ന യുദ്ധത്തിനിടയിൽ USA ഒരു F-15 ഫൈറ്റർ ജെറ്റ് ഇറാനിൽ തകർന്നു വീണു. ആ ജെറ്റ് ഓടിച്ചിരുന്ന 2 പൈലറ്റുമാർ വിമാനം തകരുന്നതിന് മുമ്പ് തന്നെ എജക്ട് ചെയ്ത പാരാച്യൂട്ടിലൂടെ ഇറാനിൽ ലാൻഡ് ചെയ്തു. അങ്ങനെ ലാൻഡ് ചെയ്ത 2 പൈലറ്റുമാരെയും ശത്രുരാജ്യമായ ഇറാനിൽ നിന്ന് USA വിജയകരമായി രക്ഷപ്പെടുത്തി. ഇരുവരെയും സുരക്ഷിതമായി ഇറാനിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു. 48 മണിക്കൂർ നീണ്ടുനിന്ന ഈ രക്ഷാദൌത്യത്തിൽ USA ഒരു സൈനികൻ പോലും മരിക്കാതെ USA തങ്ങളുടെ ലക്ഷ്യത്തിലെത്തി. ആ കഥയെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഏപ്രിൽ 3 പുലർച്ചെ 1 മണിക്ക് ഇറാൻ മിലിറ്ററി ഒരു പ്രഖ്യാപനം നടത്തി. എന്തെന്നാൽ ഞങ്ങൾ ഒരു F-35 ഫൈറ്റർ ജെറ്റിനെ വിജയകരമായി ഞങ്ങളുടെ മിസൈൽ ഉപയോഗിച്ച് വെടിവെച്ചിട്ടു എന്നും അതിന് തെളിവായി ഒരു വീഡിയോയും പുറത്തുവിട്ടു. എന്നാൽ USA മിലിറ്ററി പ്രഖ്യാപിച്ചത് അത് വ്യാജമാണെന്നും ഞങ്ങളുടെ ഒരു വിമാനവും തകർത്തിട്ടില്ലെന്നും അറിയിച്ചു. അതിന് മറുപടിയായി ഇറാൻ മിലിറ്ററി ഏപ്രിൽ 3 ഉച്ചയ്ക്ക് നേരിട്ട് ക്രാഷ് സൈറ്റിന്റെ ഫോട്ടോകൾ പുറത്തുവിട്ടു. ഇവയാണ് ആ ഫോട്ടോകൾ. ഇതിൽ തകർന്ന ജെറ്റിന്റെ ഭാഗങ്ങൾ കാണാം. മിലിറ്ററി വിദഗ്ധർ ആ ഫോട്ടോകൾ നോക്കി ആ ഫോട്ടോകൾ ഫൈറ്റർ ജെറ്റുമായി ബന്ധപ്പെട്ടതാണെന്നും എന്നാൽ അത് F-35 അല്ല F-15 ജെറ്റ് ആണെന്നും സ്ഥിരീകരിച്ചു. USAക്ക് മുമ്പേ തന്നെ അറിയാമായിരുന്നു തങ്ങളുടെ ജെറ്റ് തകർന്നു വീണു എന്ന്. എന്നാൽ അത് പുറത്തറിയിച്ചാൽ പൈലറ്റുമാരെ രക്ഷിക്കാൻ കഴിയില്ല എന്ന്. അതുകൊണ്ടാണ് ആ കാര്യം പരസ്യമായി അറിയിക്കാതെ രഹസ്യമായി പൈലറ്റുമാർക്കായി ഇറാനിൽ തിരച്ചിൽ ആരംഭിച്ചത്. F-15 ഫൈറ്റർ ജെറ്റ് എന്നാൽ ഇതിൽ 2 ആളുകൾ ഉണ്ടാവും. മുൻവശത്ത് പൈലറ്റ് ഉണ്ടാകും. അയാളുടെ ജോലി എന്തെന്നാൽ ജെറ്റ് ഓടിക്കുക, ആക്രമണ ലക്ഷ്യങ്ങൾ തിരിച്ചറിയുക. ജെറ്റിന്റെ പിൻവശത്ത് വെപ്പൺ സിസ്റ്റം ഓഫീസർ ഉണ്ടാവും. അയാളുടെ ജോലി എന്തെന്നാൽ ലക്ഷ്യങ്ങളിൽ ബോംബിടുക. യുദ്ധം ആരംഭിച്ചതു മുതൽ USAയും ഇസ്രയേലും ജെറ്റുകൾ ഉപയോഗിച്ച് ഇറാനിലെ മിലിറ്ററി സൈറ്റുകളിൽ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഏപ്രിൽ 3 പുലർച്ചെ 1 മണിക്ക് F-15 ജെറ്റ് എപ്പോഴത്തെ പോലെ ബോംബിടാൻ ഇറാനിലെ ഇസ്ഫഹാൻ നഗരത്തിന് സമീപത്ത് എത്തിയത്. അതിനിടെ ഇറാൻ മിലിറ്ററിയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആ ജെറ്റിനെ കണ്ടെത്തി. ആ ജെറ്റിനെ ലക്ഷ്യമാക്കി ലോക്ക് ചെയ്ത് മിസൈൽ വിട്ടു. മിസൈൽ പോയി ലക്ഷ്യത്തിൽ തട്ടി. അപ്പോഴേ F-15 ജെറ്റ് തകരാർ സംഭവിച്ച് തകർന്നു വീഴുന്ന ഘട്ടത്തിലായിരുന്നു. അപ്പോഴാണ് അതിലുണ്ടായിരുന്ന 2 ആളുകളും പുറത്തേക്ക് എജക്ട് ചെയ്തത്. ഇസ്ഫഹാന് സമീപമുള്ള ഈ പ്രദേശത്താണ് ജെറ്റ് തകർന്നത്. ജെറ്റ് തകർന്ന സ്ഥലത്തിന് സമീപത്ത് തന്നെ ഒരു പൈലറ്റ് പാരച്യൂട്ടിന്റെ സഹായത്തോടെ ലാൻഡ് ചെയ്തു. അതിന്റെ തെളിവ് എന്തെന്നാൽ ജെറ്റ് തകർന്ന സൈറ്റിൽ തന്നെ ഒരു എജക്ഷൻ സീറ്റും പാരാച്യൂട്ടും ഉണ്ട്. ജെറ്റ് തകർന്ന വിവരം USAക്ക് അറിവായി. ഉടൻ തന്നെ USA കോമ്പാക്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിച്ചു. എപ്പോഴെങ്കിലും ഒരു ജെറ്റ് തകരുമ്പോൾ അതിലുണ്ടായിരുന്ന പൈലറ്റുമാർ വിമാനത്തോടൊപ്പം തകരാതെ മുമ്പേ പുറത്തേക്ക് എജക്ട് ചെയ്യും. പാരാച്യൂട്ടിന്റെ സഹായത്തോടെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്ത ശേഷം ആ പൈലറ്റുമാർ സ്വയം രക്ഷിക്കാൻ സർവൈവൽ, ഇവേഷൻ, റെസിസ്റ്റൻസ് ആൻഡ് എസ്കേപ്പ് എന്ന പ്രക്രിയ ആരംഭിക്കും. ശത്രുരാജ്യത്ത് പൈലറ്റുമാർ കുടുങ്ങിപ്പോകുമ്പോൾ സ്വയം എങ്ങനെ രക്ഷിക്കണം എന്നതിനെ കുറിച്ച് SCREL നന്നായി പരിശീലനം നൽകും. ആ പരിശീലനം എങ്ങനെയുള്ളതെന്നാൽ നിലത്ത് വീണ ഉടൻ തന്നെ ആദ്യം അതിജീവിക്കണം. അതിനായി തന്റെ കൈവശമുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉപയോഗിച്ച് മുറിവുകൾക്ക് ചികിത്സ നൽകണം. ശത്രുക്കൾ തന്നെ പിടിക്കാതിരിക്കാൻ അകലെ പോയി ഒളിക്കണം. കാരണം ശത്രുക്കളുടെ കയ്യിൽ കിട്ടിയാൽ അവർ അവരെ അറസ്റ്റ് ചെയ്യും, പീഡിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ ഏത് സാഹചര്യത്തിലും ശത്രുവിന്റെ കയ്യിൽ കിട്ടരുത്. സുരക്ഷിതമായ സ്ഥലത്തേക്ക് പോയി ഒളിക്കണം. അതിനുശേഷം തന്റെ ലൊക്കേഷൻ സ്വന്തം രാജ്യത്തെ മിലിറ്ററിക്ക് അയക്കണം. അതിനായി പൈലറ്റുമാരുടെ കൈവശം ഒരു ഉപകരണം ഉണ്ടാകും. ആ ഉപകരണത്തിന്റെ സഹായത്തോടെ ലൊക്കേഷൻ അയക്കുക. അങ്ങനെ ലൊക്കേഷൻ അയക്കുമ്പോൾ ആ സിഗ്നലുകൾ ശത്രുക്കളും കാണാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ആ ഉപകരണം സിഗ്നലുകൾ എൻക്രിപ്റ്റ് ചെയ്ത രൂപത്തിൽ അയക്കുന്നത്. കേൾക്കുന്നവർക്ക് ആ സിഗ്നലുകൾ പാശ്ചാത്തല ശബ്ദത്തിൽ കേൾക്കും. എന്നാൽ അവ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട സിഗ്നലുകളാണെന്ന് USAക്ക് മനസ്സിലാകും. പൈലറ്റിന്റെ കൈവശം സ്മോക്ക് ഫ്ലെയേഴ്സും ലൈറ്റിംഗ് ഫ്ലെയേഴ്സും ഉണ്ടാകും. കാരണം തന്നെ രക്ഷിക്കാൻ ഹെലികോപ്റ്ററുകൾ വന്ന് വായുവിൽ ഉള്ളപ്പോൾ തന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയിക്കാൻ സ്മോക്ക് ഫ്ലെയേഴ്സും ലൈറ്റിംഗ് ഫ്ലെയേഴ്സും വായുവിലേക്ക് വിടും. അപ്പോൾ ഹെലികോപ്റ്ററിന് കൃത്യമായ ലൊക്കേഷൻ മനസ്സിലാകും. ഒരുപക്ഷെ പൈലറ്റിന്റെ അടുത്തേക്ക് ശത്രുക്കൾ വന്നാൽ സ്വയം രക്ഷിക്കാൻ അയാളുടെ കൈവശം ഒരു പിസ്റ്റൾ ഉണ്ടാവും. ആ പിസ്റ്റൾ ഉപയോഗിച്ച് കഴിയുന്നത്ര ശത്രുക്കളോട് പോരാടണം, അല്ലാതെ കീഴടങ്ങരുത്. SCRE പരിശീലനത്തിൽ ഇതെല്ലാം പഠിപ്പിക്കുന്നു. അതിനാൽ ഇറാനിൽ വീണുപോയ 2 പൈലറ്റുമാർക്കായി USA ഹെലികോപ്റ്ററുകളെ അയച്ച് തിരച്ചിൽ ആരംഭിച്ചു. ഇസ്ഫഹാൻ പ്രദേശത്താണ് തിരച്ചിൽ ആരംഭിച്ചത്. പൈലറ്റിനായി തിരയുന്ന ഹെലികോപ്റ്ററിന്റെ വീഡിയോകളാണ് ഇവ. ഹെലികോപ്റ്ററുകൾക്ക് വായുവിൽ കൂടുതൽ നേരം നിൽക്കാൻ ഇന്ധനം പോരാ. അതുകൊണ്ട് അവയ്ക്ക് വായുവിൽ തന്നെ ഇന്ധനം നിറയ്ക്കാൻ ഫ്ലൈറ്റ് ടാങ്കറുകളെ ഉപയോഗിക്കുന്നു. തുടക്കത്തിൽ എന്ത് സംഭവിച്ചു എന്നാൽ തിരച്ചിൽ നടത്തുന്ന ഹെലികോപ്റ്ററുകൾ ഏപ്രിൽ 3 വൈകുന്നേരം ഇറാനിലെ ഈ പ്രദേശത്ത് കണ്ടു. ഇത് ബോയർ അഹമ്മദ് പ്രവിശ്യയാണ്. അതിനാൽ ഇറാൻ മിലിറ്ററി കരുതി
ആ പ്രദേശത്ത് തന്നെയാണ് കാണാതായ പൈലറ്റ് ഉള്ളത്. അതിനാൽ ഇറാൻ മിലിറ്ററി പ്രഖ്യാപിച്ചു, ആരെങ്കിലും പൈലറ്റിന്റെ ജീവനോടെ പിടികൂടുകയാണെങ്കിൽ അവർക്ക് നല്ല സമ്മാനം നൽകുമെന്ന്. അതോടെ ചില ഇറാൻ പൗരന്മാർ ആ പ്രദേശത്ത് പൈലറ്റിനെ തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അപ്പോഴേക്കും ഒരു പൈലറ്റിനെ USA ഹെലികോപ്റ്ററുകൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയായിരുന്നു. അവയാണ് ഇറാൻ പൗരന്മാർ കണ്ട വിഷ്വലുകൾ. എന്നാൽ അവർ അവിടെ തന്നെ പൈലറ്റ് ഉണ്ടെന്ന് കരുതി. ആ രക്ഷാ ഹെലികോപ്റ്ററുകളെ ഇറാൻ പോലീസ് തങ്ങളുടെ തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചു. അതിനാൽ ഹെലികോപ്റ്ററുകളിൽ ഒന്നിന് കേടുപാടുകൾ സംഭവിച്ചു. എന്നിട്ടും ആ ഹെലികോപ്റ്റർ കുവൈറ്റിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. ആ ഹെലികോപ്റ്ററുകൾക്ക് കവർ നൽകിക്കൊണ്ടിരുന്ന ഒരു A-10 കോംബാറ്റ് എയർക്രാഫ്റ്റിനും വെടിവെപ്പിൽ കേടുപാടുകൾ സംഭവിച്ചു. എന്നിട്ടും കുവൈറ്റിൽ ലാൻഡ് ചെയ്തു. അപ്പോൾ USA പ്രഖ്യാപിച്ചു എന്തെന്നാൽ ഒരു പൈലറ്റിനെ വിജയകരമായി രക്ഷപ്പെടുത്തിയെന്ന്. അപ്പോൾ ഇറാൻ മിലിറ്ററി എന്ത് കരുതി? രണ്ടാമത്തെ പൈലറ്റും അതേ പ്രദേശത്ത് തന്നെ ഉണ്ടാകുമോ എന്ന്. അതിനിടെ USAയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി വഞ്ചനാ തന്ത്രങ്ങളിലൂടെ ഒരു കിംവദന്തി പുറപ്പെടുവിച്ചു. എന്തെന്നാൽ മറ്റൊരു പൈലറ്റ് ആ പ്രദേശത്ത് തന്നെ ഉണ്ടെന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ മറ്റേ പൈലറ്റും ഇസ്ഫഹാന് സമീപത്ത് തന്നെ ഉണ്ടെന്ന് USAക്ക് അറിയാമായിരുന്നു. എന്നാൽ കൃത്യമായി എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. അവർക്ക് ലൊക്കേഷൻ സിഗ്നൽ ഇതുവരെ ലഭിച്ചിരുന്നില്ല. ആ വിവരം ഇറാൻ മിലിറ്ററിക്ക് അറിഞ്ഞാൽ രണ്ടാമത്തെ പൈലറ്റിന്റെ സുരക്ഷയ്ക്ക് പ്രശ്നമാകുന്നതിനാൽ പുറത്തു പറഞ്ഞില്ല. വിവരം അങ്ങനെ തന്നെ മറച്ചുവെച്ചു. ഇതിനകം തന്നെ ആദ്യ പൈലറ്റിനെ വളരെ പ്രയാസപ്പെട്ടാണ് രക്ഷപ്പെടുത്തിയത്. ഈ രക്ഷാ ദൗത്യത്തിൽ ഒരു ഹെലികോപ്റ്ററിനും ഒരു ജെറ്റിനും കേടുപാടുകൾ സംഭവിച്ചു. രണ്ടാമത്തെ പൈലറ്റിനെയും അതേ രീതിയിൽ രക്ഷപ്പെടുത്താൻ കഴിയില്ലെന്ന് USA മനസ്സിലാക്കി. വ്യത്യസ്തമായി പദ്ധതിയിടാൻ തീരുമാനിച്ചു. അതിനിടെ രണ്ടാമത്തെ പൈലറ്റിന്റെ ലൊക്കേഷൻ ലഭിച്ചു. ഉടൻ തന്നെ USA മിലിറ്ററി അയാളെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നതിനെ കുറിച്ച് ആസൂത്രണം ആരംഭിച്ചു. മറുവശത്ത് ഇറാൻ മിലിറ്ററി ബോയർ അഹമ്മദ് പ്രവിശ്യയിൽ രണ്ടാമത്തെ പൈലറ്റിനായി തിരയുന്നു. ഇപ്പോൾ രണ്ടാമത്തെ പൈലറ്റായ WSO ഓഫീസർ എന്താണ് ചെയ്തതെന്ന് നോക്കാം. രണ്ടാമത്തെ പൈലറ്റ് ക്രാഷ് സൈറ്റിൽ നിന്ന് അല്പം അകലെയാണ് ലാൻഡ് ചെയ്തത്. അയാൾ നിലത്ത് വീണ ഉടനെ തന്നെ ലൊക്കേഷൻ അയച്ചില്ല. കാരണം ലാൻഡ് ചെയ്ത ഉടനെ ബോധം കെട്ടുപോയി. ബോധം വന്നതിന് ശേഷം ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടാതെ അദ്ദേഹം അകലെ കാണപ്പെട്ട ഒരു മലയുടെ മുകളിലേക്ക് പതുക്കെ നടന്നുപോയി. ഏകദേശം 7000 അടി മുകളിൽ കയറി അവിടെ ഒരു വിള്ളൽ പോലുള്ള ഭാഗത്ത് ഒളിച്ചിരുന്നു. അപ്പോൾ തന്റെ കൈവശമുള്ള ഉപകരണം ഉപയോഗിച്ച് ലൊക്കേഷൻ USA മിലിറ്ററിക്ക് അയച്ചു. ഏപ്രിൽ 3 പുലർച്ചെ 1 മണിക്കാണ് ജെറ്റ് തകർന്നത്. ഏപ്രിൽ 3 വൈകുന്നേരം 5 മണിയോടെ ആദ്യ പൈലറ്റിനെ രക്ഷപ്പെടുത്തി. അതേ സമയത്താണ് രണ്ടാമത്തെ പൈലറ്റ് മലയുടെ മുകളിലേക്ക് പോയി ഒളിച്ചത്. ഏപ്രിൽ 4 രാവിലെ മുഴുവൻ USA രക്ഷാ പദ്ധതി എങ്ങനെ ചെയ്യണമെന്ന് ആലോചിച്ചു. ഏപ്രിൽ 4 രാത്രി രക്ഷാദൗത്യം ആരംഭിച്ചു. ഇപ്പോൾ USA മിലിറ്ററി പൈലറ്റിനെ എങ്ങനെ രക്ഷപ്പെടുത്തണം? ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അത്ര ദൂരേക്ക് ഹെലികോപ്റ്ററുകളെ അയക്കാൻ കഴിയില്ല. കാരണം ആ ഹെലികോപ്റ്ററുകളെ ഇറാൻ മിലിറ്ററി വെടിവെച്ചിടാനുള്ള സാധ്യത ഉണ്ട്. അതിനാൽ ഈ പ്രാവശ്യം 2 വലിയ C-130 എയർക്രാഫ്റ്റുകളെ അയച്ചു. ഇവ വളരെ വലിയ എയർക്രാഫ്റ്റുകളാണ്. അവയിൽ ഒന്നിൽ 2 ഹെലികോപ്റ്ററുകളും 20 സൈനികരും ഉണ്ടായിരുന്നു. രണ്ടാമത്തേതിൽ 1 ഹെലികോപ്റ്ററും 80 സൈനികരും ഉണ്ടായിരുന്നു. ആ 2 എയർക്രാഫ്റ്റുകളും ഏപ്രിൽ 4 രാത്രിക്ക് ആ മലയ്ക്ക് സമീപമുള്ള ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്തു. അതൊരു പഴയ എയർഫീൽഡ് ആയിരുന്നു. കാർഷിക ആവശ്യങ്ങൾക്കുള്ള വിമാനങ്ങൾക്കായി ഇറാൻ പൗരന്മാർ ഉപയോഗിക്കുന്ന മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു ചെറിയ എയർഫീൽഡ് ആയിരുന്നു അത്. അതിൽ USA എയർഫോഴ്സ് ലാൻഡ് ചെയ്തു. പക്ഷേ അവർക്കൊരു സംശയം, മലയിൽ ശരിക്കും പൈലറ്റ് ഉണ്ടോ, അതോ ഇറാൻകാർ തന്നെ പൈലറ്റിനെ പിടികൂടി അയാളുടെ കൈകൊണ്ട് വ്യാജ സിഗ്നൽ അയപ്പിച്ചതാണോ എന്നറിയില്ലായിരുന്നു. കാരണം ഒരുപക്ഷെ ഇറാൻ മിലിറ്ററി അയാളെ മുൻപേ പിടികൂടി വ്യാജ സിഗ്നൽ അയച്ചെങ്കിൽ രക്ഷിക്കാൻ USA ആർമി വരുമ്പോൾ അവരെ അവിടെ വെച്ചു കൊല്ലുവാനുള്ള സാധ്യതയുണ്ട്. ഇറാൻ മിലിറ്ററിക്ക് രക്ഷിക്കാൻ വന്ന US ആർമിയെ ആക്രമിക്കാൻ കഴിയും. അതുകൊണ്ടാണ് സിഗ്നൽ എവിടെ നിന്ന് വന്നുവോ ശരിക്കും അവിടെ ഇറാൻ മിലിറ്ററി ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തിയത്. അതെങ്ങനെ ഉറപ്പുവരുത്തി എന്നറിയില്ല. എന്നാൽ അവിടെ പൈലറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പായി. ഉടൻ തന്നെ എയർക്രാഫ്റ്റുകളിൽ നിന്ന് ഹെലികോപ്റ്ററുകളെ പുറത്തെടുത്ത് മലയുടെ മുകളിലേക്ക് അയച്ചു. അവിടെ WSO പൈലറ്റിനെ രക്ഷപ്പെടുത്തി എയർഫീൽഡിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്നു. അത് മണ്ണുകൊണ്ട് നിർമ്മിച്ച എയർഫീൽഡ് ആയിരുന്നതിനാൽ C-130 എയർക്രാഫ്റ്റുകൾ വളരെ ഭാരമുള്ളതിനാലും ലാൻഡ് ചെയ്യുമ്പോൾ അവ മണ്ണിൽ കുടുങ്ങിപ്പോയി പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ USA ആർമിക്ക് ടെൻഷൻ തുടങ്ങി. 100 സൈനികർ ശത്രുവിന്റെ ഭൂമിയിലാണ്. ഒരാളെ രക്ഷിക്കാൻ വന്നിട്ട് 100 പേർ കുടുങ്ങിപ്പോയി. രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഇസ്ഫഹാന് സമീപത്ത് ഇത്രയും എയർക്രാഫ്റ്റുകൾ ലാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറാൻ മിലിറ്ററിക്ക് അറിയാതെ പോകുമോ?
ഈ വിഷയം ഇറാൻ മിലിറ്ററിയും അറിഞ്ഞു. USA ആർമിയുള്ള എയർഫീൽഡിന്റെ സമീപത്തേക്ക് വരാൻ ശ്രമിച്ചു. എന്നാൽ US ആർമി എന്തു ചെയ്തു? എന്നാൽ അവിടേക്ക് വരുന്ന റോഡുകളിൽ ഇതിനകം തന്നെ അവർ ആകാശത്ത് കവർ നൽകിക്കൊണ്ടിരുന്ന കോംബാറ്റ് എയർക്രാഫ്റ്റ് ബോംബുകൾ ഇട്ട് നശിപ്പിച്ചു. വരാൻ അനുവദിക്കാതെ തടഞ്ഞു. ഇവയാണ് റോഡ് നശിപ്പിച്ച ഫോട്ടോകൾ. 2 പൈലറ്റ്മാരെയും രക്ഷിച്ചു. ഏപ്രിൽ 5 പുലർച്ചെയോടെ എല്ലാം പൂർത്തിയായി. ഇറാന് ആ പൈലറ്റിനെ കിട്ടിയിരുന്നെങ്കിൽ അത് അവർക്ക് വലിയ ഗിഫ്റ്റായി ഭവിച്ചേനെ. ചർച്ചകളിൽ അത് അവർക്ക് വളരെ അനുകൂലമായി ഭവിക്കുമായിരുന്നു. USA വലിയ നഷ്ടമായേനെ. ട്രംപിന് വളരെ മോശം പേര് വരുമായിരുന്നു. എന്നാൽ USA വിജയകരമായി രക്ഷപ്പെട്ടു. യുദ്ധം മൂലം ട്രംപിന് വന്ന മോശം പേര് ഈ ദൗത്യം മൂലം കുറഞ്ഞു കിട്ടി. എന്നാൽ ഈ യുദ്ധത്തിൽ തന്റെ പൈലറ്റുമാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവെങ്കിലും ഇതുവരെ യുദ്ധത്തിൽ വിജയിച്ചിട്ടില്ല. എന്നാൽ ഈ മുഴുവൻ ദൗത്യത്തിലും ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഒന്നാമത്തെ സംശയം, യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ ഒരു പൈലറ്റിനെ രക്ഷിക്കണമെങ്കിൽ എന്താണ് ചെയ്യുക? പാരാജമ്പന്മാർ എന്ന് വിളിക്കപ്പെടുന്നവർ രാത്രിയിൽ ലോങ് റേഞ്ച് ഹെലികോപ്റ്ററുകളിൽ പോയി നിശബ്ദമായി ആ പൈലറ്റിനെ കൊണ്ടുവരാം. ഇതാണ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. എന്നാൽ രണ്ടാമത്തെ പൈലറ്റിനെ രക്ഷിക്കുന്ന സമയത്ത് 2 വലിയ പ്ലെയിനുകളും 100 സൈനികരെയും കൊണ്ടുവന്നു. ഒരാളെ രക്ഷിക്കാൻ ഇത്രയധികം പേരുടെ ജീവനെ എന്തിന് അപകടത്തിലാക്കി? രണ്ടാമത്തെ സംശയം, F-15 ഫൈറ്റർ ജെറ്റ് യഥാർത്ഥത്തിൽ ഇസ്ഫഹാൻ നഗരത്തിന്റെ സമീപത്തേക്ക് എന്തിനു പോയി? ഇസ്ഫഹാനിലാണ് ഇറാന്റെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സൗകര്യങ്ങൾ ഉള്ളത്. F-15 ജെറ്റും ആ സ്ഥലത്തിന് സമീപത്ത് തന്നെയാണ് തകർന്നത്. മുഴുവൻ രക്ഷാദൗത്യവും ന്യൂക്ലിയർ സൗകര്യത്തിന് സമീപത്ത് തന്നെയാണ് നടന്നത്. അതായത് രക്ഷാദൗത്യത്തെ മറച്ചുവെച്ച് യുറേനിയം എക്സ്ട്രാക്ട് ചെയ്യാനുള്ള പദ്ധതിയായിരുന്നു അത്. ഇത്തരം സംശയത്തോടെയാണ് ഇറാൻ ആ ദൗത്യത്തെ കാണുന്നത്. ഇസ്ഫഹാനിൽ ഇറാൻ ഒളിപ്പിച്ച യുറേനിയം എക്സ്ട്രാക്ട് ചെയ്യണമെന്ന് USA ആർമി പദ്ധതിയിട്ടു. അതുകൊണ്ടാണ് ചില ന്യൂസ് ചാനലുകളിൽ പോലും ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നത്. യുറേനിയം എക്സ്ട്രാക്ട് ചെയ്യാൻ USA പദ്ധതിയിടുന്നു എന്നും അതിനായി 5000 സൈനികരെ മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരുന്നുവെന്നും USA ആർമി പദ്ധതിയിട്ട പ്രകാരം F-15 ജെറ്റിനെ ഇസ്ഫഹാനിലേക്ക് അയച്ച് അവിടെ ഇറാന്റെ എയർ ഡിഫൻസ് ശരിക്കും ഉണ്ടോ എന്ന് പരീക്ഷിക്കണം. ഒരു പക്ഷേ ഇറാന്റെ എയർ ഡിഫൻസ് ശരിയായില്ലെങ്കിൽ USA ആർമിയെ അവിടേക്ക് അയച്ച് യുറേനിയം എക്സ്ട്രാക്ട് ചെയ്യണമെന്നായിരുന്നു പദ്ധതി. അതിനായിട്ടാണ് F-15 ജെറ്റിനെ ഇസ്ഫഹാനിൽ താഴ്ന്ന ഉയരത്തിൽ സഞ്ചരിക്കാൻ അനുവദിച്ചത്. എന്നാൽ ഇറാന്റെ എയർ ഡിഫൻസ് സജീവമായി അതിനെ വെടിവെച്ചിട്ടു. അതോടെ USAക്ക് മനസ്സിലായി ഇറാന് ഇപ്പോഴും എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഉണ്ടെന്ന്. എന്നാൽ ട്രംപ് പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോഴും യുറേനിയം എക്സ്ട്രാക്ട് ചെയ്യണമെന്ന് ഉത്തരവ് നൽകി. ഏപ്രിൽ 4 രാത്രി അത് ചെയ്യാൻ പദ്ധതിയിട്ടു. ആ ഉത്തരവിനോട് ചില US ആർമി ഓഫീസർമാർ യോജിച്ചില്ല. അതുകൊണ്ടാണ് അവരെ ഡ്യൂട്ടിയിൽ നിന്ന് നീക്കം ചെയ്തത്. അവരെ നീക്കം ചെയ്ത് വാർത്ത പുറത്തു വന്നിരുന്നു, എന്നാൽ എന്തുകൊണ്ടെന്ന് അറിയില്ലായിരുന്നു. ഈ രക്ഷാദൗത്യത്തിന് ശേഷമാണ് എന്തുകൊണ്ട് അവരെ നീക്കം ചെയ്തു എന്നറിഞ്ഞത്. അതിനാൽ ട്രംപ് പുതിയ ഓഫീസർമാരുമായി തന്റെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ അവർ കരുതിയതുപോലെ ഒന്നും സംഭവിച്ചില്ല. ആദ്യ പൈലറ്റിനെ വിജയകരമായി രക്ഷപ്പെടുത്തി. എന്നാൽ രണ്ടാമത്തെ പൈലറ്റ് അവർക്ക് ഉടൻ കിട്ടിയില്ല. രണ്ടാമത്തെ പൈലറ്റ് താഴെ വീണ ഉടനെ ബോധം കെട്ടുപോയതിനാൽ തന്റെ ലൊക്കേഷൻ ഉടൻ അയക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ട്രംപിന് ആശയക്കുഴപ്പം തുടങ്ങി. യുറേനിയം എക്സ്ട്രാക്ഷൻ പദ്ധതി നടപ്പാക്കണയോ വേണ്ടോ എന്ന്. എങ്ങനെയെങ്കിലും പൈലറ്റിനെ രക്ഷിക്കണം. അതിനാൽ ആ ദൗത്യത്തോടൊപ്പം യുറേനിയം എക്സ്ട്രാക്ട് ചെയ്യാമെന്ന് പദ്ധതിയിട്ടു. ആ പദ്ധതിയുടെ ഭാഗമായാണ് ഏപ്രിൽ 4 100 സൈനികർ ഇസ്ഫഹാനിലെ ഈ സ്ഥലത്ത് ലാൻഡ് ചെയ്തത്. എന്നാൽ ഇവിടെയും അവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. അതെന്തെന്നാൽ തങ്ങളുടെ പ്ലെയിനുകൾ 2ഉം മണ്ണിൽ കുടുങ്ങിപ്പോയി. ഒരു പൈലറ്റിനെ രക്ഷിക്കാൻ സാധാരണയായി ഒരു ഹെലികോപ്റ്റർ മതി. എന്നാൽ അവർ 3 ഹെലികോപ്റ്ററുകളെ കൊണ്ടുവന്നു. അതായത് അവർ യുറേനിയം എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകാമെന്ന് പദ്ധതിയിട്ടിരുന്നു. അതിനാൽ പ്ലെയിനുകൾ മണ്ണിൽ കുടുങ്ങിപ്പോയതിനാൽ ബാക്കപ്പ് പ്ലെയിനുകൾ വന്നപ്പോഴേക്കും പുലർച്ചെയായി. പിന്നീട് യുറേനിയം എക്സ്ട്രാക്ഷൻ പദ്ധതി നിർത്തിവെച്ച് രക്ഷപ്പെടുത്തിയ പൈലറ്റിനെ കൂട്ടി അവിടെ നിന്ന് പോയി. ഇതാണ് ഇറാൻ പറയുന്ന കഥയുടെ പതിപ്പ്. ഈ 2 കഥയുടെ പതിപ്പുകളിൽ ഏതാണ് ശരി?